പരിശുദ്ധാത്മാവിനോടുള്ള പ്രാർത്ഥന. പരിശുദ്ധാത്മാവെ, എനിക്കെല്ലാം വെളിപ്പെടുത്തി തരികയും എനിക്ക് വഴി കാണിച്ചു തരികയും എന്നോട് മറ്റുള്ളവർ ചെയ്യുന്നതെല്ലാം ക്ഷമിക്കുവാനും മറക്കുവാനും കഴിവ് തരുന്ന ദൈവിക ദാനം തരികയും ചെയ്യുന്നവനും എൻ്റെ ജീവിതത്തിൽ എല്ലാ ചിന്തകളിലും ഉള്ളവനുമായ അങ്ങേക്ക് ഞാൻ നന്ദി പറയുന്നു. എത്ര വലിയ ഭൗതിക ആഗ്രഹങ്ങൾ എന്നിലുണ്ടായാലും ഒരു നിമിഷം പോലും അങ്ങയിൽ നിന്ന് അകലുവാനോ വേർപെടുവാനോ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് ഞാൻ തീർത്തു പറയുന്നു. നിത്യമഹത്വത്തിൽ അങ്ങയോടുകൂടെ ആയിരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവഹിതത്തിന് വിധേയപ്പെട്ടുകൊണ്ട് ഞാൻ അങ്ങയോട് ചോദിക്കുന്നു. ഈ പ്രാർത്ഥന കുമ്പസാരിച്ച് പരിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് ദിവ്യകാരുണ്യം സ്വീകരിച്ചുകൊണ്ട് ചൊല്ലുന്നതാണ് ഏറ്റവും ഉത്തമം. പരിശുദ്ധാത്മാവിനോട് നമ്മൾ ചോദിക്കുന്നത് പരിശുദ്ധാത്മാവിനാൽ നിറയുവാൻ വേണ്ടിയാണ്. മറ്റ് ഭൗതിക കാര്യങ്ങൾ എല്ലാം തൽക്കാലം മാറ്റിവെച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിൽ നിറയുവാൻ വേണ്ടി മാത്രം കുറച്ച് ദിവസം പ്രാർത്ഥിക്കുക. ഒരു 21 ദിവസം. അതിനുശേഷം നമുക്ക് എന്തെങ്കിലും ഭൗതിക ആവശ്യങ്ങൾ ദൈവഹിതത്തിന് വിധേയപ്പെട്ടുകൊണ്ട് ചോദിക്കുന്നു എന്നാണ് നമ്മൾ പ്രാർത്ഥിച്ചത്. അതുകൊണ്ട് ദൈവഹിതപ്രകാരമുള്ള കാര്യങ്ങൾ ചോദിക്കുക. ഏതായാലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പരിശുദ്ധാത്മാവിനാൽ നിറയുവാനുള്ള പ്രാർത്ഥന തന്നെയാണ്.